വരൂ കൂട്ടരെ വരൂ വരൂ, കരം തരൂ സൗഹൃദ ചിരി പകരൂ. വരൂ വരൂ കൂട്ടരെ വരൂ വരൂ, കരം തരൂ സൗഹൃദ ചിരി പകരൂ. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന സയ്യിദന്മാർ, പണ്ഡിത നേതാക്കൾ, വിവിധ പ്രസ്ഥാനങ്ങളുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ, വ്യത്യസ്ത മതങ്ങളെയും പ്രസ്ഥാനങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നവർ, മറ്റ് ഇവിടെ സംഗമിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാപ്പിള മലബാറിന്റെ സാമൂതിരി ഓർമ്മകൾ എന്ന ശീർഷകത്തിൽ SSFന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാനവ സംഗമത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സൗഹാർദ്ദ സമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും SSFന്റെ ആഭിമുഖ്യത്തിൽ ഓരോ പ്രദേശത്തെയും പ്രധാനപ്പെട്ട സൗഹൃദങ്ങളുടെ ചരിത്രങ്ങൾ ഓർമ്മിച്ചെടുക്കുകയും ആ സ്മൃതികളെ സൗഹൃദപൂർണമായ നാളുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഊർജമാക്കി മാറ്റുകയും ചെയ്യുക എന്ന അജണ്ട കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് മാപ്പിള മലബാറിന്റെ സാമൂതിരി ഓർമ്മകൾ എന്ന ശീർഷകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട്ട് SSF ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട്ട് 8 പതിറ്റാണ്ടിലേറെ കാലം ഭരണം നടത്തിയ സാമൂതിരി രാജാവും കോഴിക്കോട്ടെ മുസ്ലിങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ അന്വേഷിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്ത് മാനവ സംഗമത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ SSFന്റെ പ്രവർത്തകരും നേതാക്കളും പ്രാസ്ഥാനിക കുടുംബത്തിലെ മറ്റു സംഘടനകളുടെ നേതൃത്വത്തോടും അണികളോടുമൊപ്പം അധ്വാനിച്ചപ്പോ തിരിച്ചറിയാൻ കഴിഞ്ഞൊരു യാഥാർത്ഥ്യം മനോഹരമായിരുന്നു നമ്മുടെ കഴിഞ്ഞ കാലം എന്നതായിരുന്നു. ഇവിടുത്തെ രാജാക്കന്മാർക്കും മതപണ്ഡിതന്മാർക്കുമൊക്കെ തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ, മതങ്ങളിൽ ഗാഢമായിട്ടുള്ള വിശ്വാസമുണ്ടായിരുന്നു. മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നതിൽ അവർ വളരെയധികം കാർക്കശ ബുദ്ധി കാണിച്ചിരുന്നു. എന്നാൽ ഞാൻ ഏതു മതസ്ഥനാണ് എന്നത് മറ്റുള്ളവരുമായുള്ള സൗഹൃദത്തിന് ഒരു ഘട്ടത്തിലും പരിഗണിക്കേണ്ട ഒരു വിഷയമായിരുന്നില്ല എന്ന സന്ദേശമാണ് കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട്ടെ പഴയകാല സമൂഹത്തിന്റെ ചരിത്രത്തിൽ നിന്നും SSFന് ചികഞ്ഞന്വേഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഈ സമ്മേളനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാമൂതിരിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ മുസ്ലിങ്ങളുടെ വിവിധ സൗഹാർദ്ദങ്ങളുടെ ചരിത്രങ്ങൾ തേടി പുറപ്പെട്ടപ്പോ എന്തിനു വേണ്ടി നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചു പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെടണമെന്ന് ഒരുപാട് തവണ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞങ്ങള് ഒരിക്കൽ ചാലിയത്തേക്ക് ചെന്നു. ചാലിയത്ത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സംഘാംഗങ്ങൾ നിർമ്മിച്ച ഒരു പള്ളിയുണ്ട്. സ്വഹാബികളാൽ കേരളത്തിൽ നിർമ്മിതമായ പള്ളികളുടെ കൂട്ടത്തിൽ ആദ്യത്തെ 10 പള്ളികളുടെ കൂട്ടത്തിൽ ഒന്നായ ചാലിയത്തെ പള്ളിയുടെ ചുറ്റുവട്ടത്ത് അതിന്റെ ചരിത്രങ്ങൾ അന്വേഷിച്ച് പുറപ്പെട്ടപ്പോ മനസ്സിലാക്കാൻ സാധിച്ചു, ചാലിയത്തെ പള്ളിയെ തൊട്ടുകളിച്ച പറങ്കികൾക്ക് കോഴിക്കോട്ട് നിന്നും എന്നേക്കുമായി കെട്ടുകെട്ടേണ്ടി വന്ന മനോഹരമായിട്ടുള്ള ചരിത്രം. ചാലിയത്തെ പള്ളിയുടെ ചുമരുകൾ പൊളിച്ചു നിരത്തി അതിന്റെ കല്ലും മരവും കൊണ്ടുപോയി ചാലിയത്ത് പോർച്ചുഗീസുകാരൻ കോട്ട പണിതപ്പോ ആ കോട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് ചാലിയത്തും പരിസരത്തും മനുഷ്യത്വരഹിതമായ നിരവധി പ്രവർത്തനങ്ങളിലേക്ക് പോർച്ചുഗീസുകാരൻ മുന്നോട്ട് വന്നപ്പോ പോർച്ചുഗീസുകാരന്റെ സാമ്രാജ്യത്വ മോഹങ്ങളെയും കച്ചവട താൽപര്യങ്ങളെയും കോഴിക്കോട്ട് നിന്നും എന്നേക്കുമായി കെട്ടുകെട്ടിച്ചത് സാമൂതിരിയുടെ നായർ മാപ്പിള സംയുക്ത സൈന്യത്തിന്റെ
ധീരമായ ഇടപെടലുകളുടെ ഭാഗമായിരുന്നു എന്ന് പറയുമ്പോൾ, ഒരു പള്ളി അതിക്രമിച്ചുകൊണ്ട് കോട്ടകൾ പണിതവരെ തുരത്താൻ ഹൈന്ദവനായ ഒരു രാജാവിന്റെ കാർമ്മികത്വത്തിൽ ഇവിടത്തെ മുസൽമാനും ഹൈന്ദവനും ചേർന്നു നിൽക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് പഴയകാലത്തെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, കുറ്റിച്ചിറയിലെ മണൽത്തരികൾക്ക് സൗഹൃദത്തിന്റെ കഴിഞ്ഞ കാലം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, മതസൗഹാർദ്ദത്തിന്റെ മനോഹരവും വ്യത്യസ്തവുമായ അനേകം സംഭവങ്ങളുടെ ശേഷിപ്പുകളായി കോഴിക്കോട് നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഉയർന്നു നിൽക്കുന്ന പള്ളികളും വിവിധങ്ങളായിട്ടുള്ള സ്മാരകങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് SSFന് കേരളത്തിലെ പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ കോഴിക്കോട്ടെ പൗരാവലിയോട് പറയാനുള്ളൊരു യാഥാർത്ഥ്യം, കോഴിക്കോടിന്റെ മനോഹരമായ പാരമ്പര്യത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഒരുമയുടെ അതോടൊപ്പം മതവിശ്വാസത്തിന്റെ മനോഹരമായ പാഠങ്ങളും അധ്യായങ്ങളുമുണ്ട്. ആ അധ്യായങ്ങൾ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ ആർക്കും ഒന്നും നഷ്ടമായിരുന്നില്ല. മറിച്ച് പരസ്പരമുള്ള സഹകരണത്തോടുകൂടി എല്ലാവരും വളരുകയായിരുന്നു. കുഞ്ഞാലിമരക്കാർമാരെ സൽക്കരിച്ചപ്പോ സാമൂതിരിക്ക് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ ജീവൻ കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന അനേകം പോരാളികളെ ലഭിച്ചു എന്നതാണ് ചരിത്രത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്. കുറ്റിച്ചിറയിൽ അല്ലെങ്കിൽ കോഴിക്കോട്ടെ വ്യാപാര മേഖലയിൽ വലിയങ്ങാടിയിലും മറ്റും കോയമാർക്ക് വ്യാപാരത്തിന് സൗകര്യം ചെയ്തു കൊടുത്തപ്പോ അതുകൊണ്ട് സാമൂതിരിക്ക് സമൃദ്ധമായ ഒരു രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെ മതവിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരമുള്ള സഹകരണത്തോടുകൂടി എല്ലാവർക്കും വളരാനും രാഷ്ട്ര പുരോഗതി സൃഷ്ടിക്കാനും സാധ്യമാകുന്ന പഴയകാല ചരിത്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ പുതുക്കേണ്ടതുണ്ട്. അഥവാ മതസൗഹാർദ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നഗര കേന്ദ്രങ്ങളിൽ പ്രവർത്തനം നടത്തുന്നുവോ അവർക്കൊക്കെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമാണുള്ളത്. അധികാരത്തിലേക്കും പണത്തിലേക്കും എത്തിച്ചേരുന്ന ലക്ഷ്യങ്ങൾ മാത്രമാണ് അവരുടെ സാമുദായിക താല്പര്യങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സൃഷ്ടിച്ചെടുക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി പഴയകാല സൗഹൃദത്തിന്റെ കഥകൾ ഒരു തവണ കൂടി വായിച്ച് ആ സൗഹൃദത്തിന്റെ പുതിയ അധ്യായങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് SSFന്റെ ഈ പ്രചാരണ കാലം, SSFന്റെ ഈ മാനവ സംഗമം ഏതുവായെങ്കിലും ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ സംഗമത്തിൽ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ആദരണീയരായ സയ്യിദ് അലി ബാഫഖി തങ്ങൾക്ക് ഞാൻ ആദ്യമായി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് സുന്നി യുവജന സംഘത്തിന്റെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ, സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആദരണീയരായ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ, ആദരണീയരായ സയ്യിദ് അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അല്പസമയങ്ങൾക്കകം നമ്മെ അഭിസംബോധനം ചെയ്യുന്നത് ആദരണീയരായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവർകളാണ്. ഉസ്താദിനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേരുന്നത് സാമൂതിരി KC ഉണ്ണി അനുജൻ രാജ, നിലവിലെ കോഴിക്കോട്ടെ സാമൂതിരി രാജാക്കന്മാരുടെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്ന ഫാദർ ഡോക്ടർ ആന്റണി കുഴുവനാൽ, ജനപ്രതിനിധികളായ VKC മുഹമ്മദ് കോയ, PTA റഹീം സാഹിബ്, A പ്രദീപ് കുമാർ തുടങ്ങിയിട്ടുള്ള ജനപ്രതിനിധികളെയും ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട C ഉസ്താദ് അവർകളെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിൽ ഉപവിഷ്ടരായ വിവിധ നമ്മുടെ പ്രാസ്ഥാനിക കുടുംബത്തിലെ ജില്ലയിലെയും സംസ്ഥാനത്തെയും നേതാക്കൾ, നേരത്തെ ഈ വേദിയിൽ നടന്ന നമ്മുടെ ഓപ്പൺ ടോക്കിൽ വിഷയം അവതരിപ്പിച്ച മുഖ്യാതിഥിയായി സംസാരിച്ച ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ സംഘപരിവാർ അവരുടെ അജണ്ടകൾ നടപ്പാക്കുന്നതിന് വേണ്ടി നിയോഗിച്ച അപ്പാറാവു എന്ന വൈസ് ചാൻസലറുടെ മുന്നിൽ നെഞ്ചുറപ്പോടുകൂടി നിവർന്നു നിന്ന് പുരസ്കാരം നിരസിച്ചുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ സമരത്തിന്റെ
പുതിയ അധ്യായങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഡോക്ടർ ശുങ്കണ്ണ വേൽപ്പുല, അതേപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നേതാക്കളെയും നമ്മെ അഭിമുഖീകരിക്കുന്ന വിവിധ വ്യക്തിത്വങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സുഹൃത്തുക്കളെയും ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم